Hello friends, welcome to Neema's Tips and Tricks. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതേസമയം വളരെയധികം ഗുണമുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അതും 3 ഫ്ലേവറിൽ. നിങ്ങൾക്ക് അറിയണ്ടേ എന്ത് പുഡിംഗാണ് നാം ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? ചിയ പുഡിംഗ് വിത്ത് പപ്പായ ഫ്ലേവർ, ബനാന ആൻഡ് പൈനാപ്പിൾ ഫ്ലേവർ, കൂടെ മോച്ചാല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും തംസപ്പും ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ബേസിക് ചിയ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 കപ്പ്, ചിയ സീഡ്സ് 4 ടേബിൾ സ്പൂൺ, തേൻ 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, 400 ml ജാർ. ബേസിക് ചിയ പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഈ ജാറിലോട്ട് ചിയ സീഡ്സും നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ഇടുന്നത്. 2 3 4 നമ്മൾ നേരത്തെ പറഞ്ഞ 4 ടേബിൾ സ്പൂൺ തേൻ. ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കണം. ഈ മിക്സ്ചർ ഇതുപോലെയുള്ള 3 ഗ്ലാസുകളിലേക്ക് മാറ്റി 4 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ കട്ടിയാകാൻ വെക്കാം. ഇതിനിടയിൽ നമുക്ക് ടോപ്പിംഗ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് എൻ്റെ ഫേവറേറ്റായ പപ്പായ ഫ്ലേവർ ഉണ്ടാക്കാം. അതിനു വേണ്ട ചേരുവകൾ നമുക്ക് ഈ മിക്സി ജാറിലോട്ട് ഇടാം. 1/2 കപ്പ് പപ്പായ, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 1 ടേബിൾ സ്പൂൺ തേൻ, 'ആവശ്യത്തിന് വെള്ളം. അടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായി നമുക്ക് ബനാന പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ടാക്കാം. അതിനു വേണ്ട ചേരുവകൾ നമുക്ക് ഈ മിക്സി ജാറിലോട്ടിടാം. 1/4 കപ്പ് പഴവും 1/4 കപ്പ് പൈനാപ്പിളും ആണ് ഇടാൻ പോകുന്നത്. ഒരു ടേബിൾ സ്പൂൺ തേൻ, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് വെള്ളവും ഇട്ട് അടിച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അവസാനമായി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോച്ച ലവ് ഫ്ലേവർ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ നേരത്തെ തണുപ്പിക്കാൻ വെച്ച ചിയ പുഡിംഗ്, 1 ടേബിൾ സ്പൂൺ തേൻ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, കൂടെ അല്പം കോൾഡ് കോഫി ഇട്ട്
അടിച്ചെടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് സ്ട്രോങ് ഫ്ലേവർ വേണമെങ്കിൽ കോൾഡ് കോഫിയുടെ അളവ് കൂട്ടുക. നാല് മണിക്കൂറായി നമ്മുടെ 3 ഫ്ലേവർ ടോപ്പിംഗ്സും റെഡി ആയിട്ടുണ്ട്. തണുക്കാൻ വെച്ച ചിയ പുഡിംഗ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചിയ പുഡിംഗ് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ടോപ്പിംഗ്സും ഓരോ ഗ്ലാസ്സിലോട്ട് ഇടാം. ആദ്യം പപ്പായ ഫ്ലേവർ, banana and pineapple flavor, അവസാനമായിട്ട് നമ്മുടെ മോച്ചാലാവ്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വേഫറും ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതാ 3 ഫ്ലേവറും നിങ്ങളുടെ മുന്നിൽ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. See you all in my next video with another tips and tricks.